പറയാൻ എന്ത് സുഖമല്ലേ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇങ്ങനെ ഒഴിവൊഴി പോവാം. എൻ്റെ ഫേസ് കെയറിനും സ്കിൻ കെയർ എന്ത് പാടി സ്കിൻ ഫേസ് ഒന്നല്ലേ. ഹലോ ഗായ്സ്, അങ്ങനെ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു വീക്കെൻഡാണ്. ഇന്ന് എനിക്ക് ഓഫുള്ള ദിവസമാണ്. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ സ്കിന്നിനും ഹെയറിനും കെയർ കൊടുക്കുന്ന ദിവസമാണ്. അപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്, ഫേസിലൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന സ്ക്രബാണ്. അപ്പോൾ നമുക്ക് സ്ക്രബ് എങ്ങനെ ഞാൻ എന്നൊക്കെ യൂസ് ചെയ്തിട്ടാണ് സ്ക്രബ് ചെയ്യുന്നത് നമുക്ക് കാണാം. ആദ്യമേ ഹെയർ നല്ലപോലെ കെട്ടി വെക്കുക. അതിനുശേഷം നമ്മൾ സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നൊക്കെ യൂസ് ചെയ്യേണ്ടതെന്ന് കാണണ്ടേ. ഫസ്റ്റ് ഒരു ബൗളിൻ്റെ അകത്ത് ഞാൻ എടുത്തേക്കുന്ന ഇച്ചിരി അരിപ്പൊടിയാണ്. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് സ്ക്രബിന് വേണ്ടിയിട്ട് നല്ല യൂസ്ഫുൾ. ചെറിയ ചെറിയ തരികളാണ്. നല്ലപോലെ സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മുടെ ഇവിടെ പിമ്പിൾസോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഡേർട്സ് ഒക്കെ ആണെങ്കിൽ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഹെൽപ്ഫുൾ ആണ്. പിന്നെ അതിലേക്ക് നമ്മൾ ഇച്ചിരി കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കും. കാപ്പിപ്പൊടി എന്തിനാണെന്നറിയാമല്ലോ അല്ലേ, സ്കിൻ ബ്രൈറ്റനിങ്ങിന് വേണ്ടി നല്ലതാണ്. അപ്പോൾ ഇച്ചിരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിനുശേഷം യൂസ് ചെയ്യുന്നത് തക്കാളി. ഞാൻ ഈ തക്കാളി മുറിച്ച് വെച്ചതാണ് കേട്ടോ. തക്കാളി നല്ലപോലെ വാഷ് ചെയ്തിട്ട് അതെടുക്കുക. ഇതെന്ന് പറഞ്ഞാൽ ഇച്ചിരി ലിക്വിഡ് പോലെയാണ് സ്കിന്നിന് നല്ലത്. നമുക്ക് സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഇതാണ്. ഞാൻ ഓൾറെഡി ഫ്രിഡ്ജ് വെച്ചതുകൊണ്ട് ഇച്ചിരി തണുപ്പുണ്ട്. അപ്പോൾ തണുപ്പുള്ളത് കൊണ്ട് നല്ല സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതായിരിക്കും. ഇതൊന്ന് നമുക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ട് ഇങ്ങനെ ഡിപ്പ് ചെയ്യണം. കണ്ടോ, ഡിപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ ഒന്ന് ഡിപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇതെടുത്തിട്ട് ഇങ്ങനെ ചെറുതായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ ഭയങ്കര ഇങ്ങനെ അമർത്തി പിടിച്ച് അങ്ങനെ ഒന്നും ചെയ്യരുത്. ലൈറ്റായിട്ട് സ്ക്രബ് ചെയ്യുക. ചിലവരൊക്കെ ഭയങ്കര ഇങ്ങനെ അമർത്തി പിടിച്ച് ചെയ്യും. അപ്പോൾ ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിന് അത് നല്ലതല്ല, പാട് വരും. അതുപോലെ തന്നെ റിയാക്ഷൻസ് ഒക്കെ ഉണ്ടാകും. കാരണം ലൈറ്റായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഒരു 5 to 10 മിനിറ്റ്സ് നമുക്ക് ചെയ്യാമെന്നുള്ളൂ കേട്ടോ. വീക്കിലി ഒന്നിങ്ങനെ ചെയ്യണമെന്നാണ് ഞാൻ പറയണേ. നല്ലതാണ് നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ട്. പിന്നെയും ഇങ്ങനെ മുക്കി കൊടുത്താൽ മതി കേട്ടോ. എല്ലാവരും എല്ലാ ഇതിലും നമ്മൾ കണ്ടിട്ടുണ്ട് അരിപ്പൊടിയൊക്കെ മിക്സ് ചെയ്തിട്ട് ചെയ്യുന്നത്. അതൊക്കെ നല്ലതാണ് നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ട്. എൻ്റെ ഇപ്പം ഞാനിവിടെ കുവൈറ്റ് വന്നപ്പോൾ എൻ്റെ ഫുള്ള് ഡാർക്ക് സ്പോട്ട്സ് ആയിട്ട് ഇന്ന് പിമ്പിൾസ് വന്ന് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ പൊട്ടിക്കാതെ ഇരിക്കാനും തോന്നിയല്ല. ഞാൻ പിടിച്ച് ചെറിയതാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഞെക്കിക്കൊണ്ടിരിക്കും. എല്ലാവരും പറയാം അങ്ങനെ ചെയ്യരുത്, പിമ്പിൾസിൻ്റെ പാട് പോയില്ല. പക്ഷേ എനിക്കത് ചെയ്യാതിരിക്കാൻ എനിക്ക് തോന്നിയല്ല. എല്ലാവർക്കും നോർമലി ടെൻഡൻസി ഉണ്ട് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്ത് എൻ്റെ നെറ്റിയിൽ മൊത്തം ഇതാണ് വന്നിക്കണം. അപ്പോൾ ഞാനിനി ഇതൊക്കെ ട്രൈ ചെയ്ത് കുറയ്ക്കാൻ പറ്റുമോ എന്ന് നോക്കാമല്ലോ ഓർത്ത്. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഈസിലി ചെയ്യാം. എന്ന് വെച്ചാൽ ഇത് ഫുഡ് തക്കാളി ആണെങ്കിലും അരിപ്പൊടി ആണെങ്കിലും കോഫി പൗഡർ ആണെങ്കിലും എപ്പോഴും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ എളുപ്പം. ഇത് പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനു വേണ്ടി കുറേ സമയം കളയേണ്ട. ഇച്ചിരി നമുക്ക് ആർക്കാണെങ്കിലും ചെയ്യാവുന്നേ ഉള്ളൂ. നോർമലി എന്ന് പറഞ്ഞാൽ മടിയെന്നുള്ള ഒരു കാര്യം കാണാണ് ഇത്രയും സ്കിന്നിന് ഒന്നും കെയർ കൊടുക്കായിരുന്നു. പണ്ടൊക്കെ ഒട്ടും ഇല്ലായിരുന്നു. ഇപ്പോൾ പിന്നെയും ഞാൻ സ്കിന്നിന് നല്ല കെയർ കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ താഴെയെന്ന് പറഞ്ഞില്ല, ഇതിങ്ങനെ ഇട്ടിട്ട് വീഴുന്നുണ്ട്. അതാണ് ഞാൻ എൻ്റെ ഒരു തോർത്ത് താഴെ ഇട്ടിട്ടുണ്ട്. അത് അതിലേക്ക് വീഴുവാണെങ്കിലും കുഴപ്പമില്ലല്ലോ ഓർത്തിട്ട് കേട്ടോ. കണ്ട ഇങ്ങനെ ഒഴുകി പോവുക. നല്ല തണുപ്പാണ്, നല്ല സുഖമുണ്ട്. ഇങ്ങനെ ആരെങ്കിലും നമ്മൾ ഈ ബ്യൂട്ടി പാർലറൊക്കെ പോകുമ്പോൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ സുഖിച്ച് ഇങ്ങനെ കിടക്കിയാൽ, പക്ഷെ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് മടിയാണ്. എൻ്റെ അമ്മയാണെങ്കിൽ ഫുൾ ടൈം ഈ അലോവേര ജെല്ല് നമ്മളെപ്പോഴും നമ്മുടെ ഫേസ് ഇടുന്നത് നല്ല കേട്ടോ. ഈ ചിലവർ ഈ അലോവേര ജെല്ലിൻ്റെ ആണെങ്കിൽ ചുമ്മാ ഒന്നും യൂസ് ചെയ്തില്ലെങ്കിൽ അലോവേരയുടെ ഇതുണ്ടെങ്കിൽ കറ്റാർവാഴ വീട്ടിലുണ്ടെങ്കിൽ അതെടുത്ത് ജസ്റ്റ് ഡെയിലി ഒന്ന് ഫേസിൽ ചുമ്മാ ലൈറ്റായിട്ട് തേച്ച് കൊടുക്കുകയാണെങ്കിൽ പോലും നല്ലതാണ്. ഒരു സൺസ്ക്രീമിൻ്റെ എഫക്റ്റാണ് അതിന്. പിന്നെ അതുപോലെ തന്നെ ഈ ഡാർക്ക് സ്പോട്ട്സ് ഉള്ളവർ ഞാൻ വീഡിയോസ് കുറേ കണ്ട് ഈ പൊട്ടറ്റോ ജസ്റ്റ് സ്ലൈസ് ചെയ്തിട്ട് അത് ജസ്റ്റ് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരുമാതിരി ഞാൻ കുറേ തേച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഇച്ചിരി എടുത്തിട്ട് ഞാൻ കയ്യിലെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇത് ചെയ്യട്ടെ കേട്ടോ. ജസ്റ്റ് മസാജ് ചെയ്യുവാണ്. ഞാൻ അധികം പ്രസ് ചെയ്ത് ഭയങ്കര ഇതായിട്ടല്ല, ജസ്റ്റ് ഒന്ന് ഇത് ചെയ്യുന്ന. അധികം പ്രസ് ചെയ്യല്ലോ കേട്ടോ, ലൈറ്റായിട്ട് ചെയ്യാവുള്ളൂ. നമ്മുടെ ഫേസിന് മസാജ് ചെയ്ത് കൊടുക്കണം, നല്ലതാണ്. എനിക്കെന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ ഇങ്ങനെ വൈറ്റ് ആയിട്ട് ഇങ്ങനെ സ്പോട്ട് പോലെ ഇങ്ങനെ കുഞ്ഞു കുരുക്കൾ പോലെ ഇല്ലേ, അതുപോലെ വരാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മോസ്റ്റ്ലി ഞാൻ യൂസ് ചെയ്യുന്ന എഗ് വൈറ്റിൻ്റെയും കോഫി പൗഡറും കൂടി മിക്സ് ചെയ്തുള്ളൊരു ഇതില്ലേ, അതാണ് ഞാൻ ചെയ്യാറ്. പിന്നെ എപ്പോഴും നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യരുത്. ഇങ്ങനെ ചെയ്താൽ നമ്മുടെ ഈ നോർമലി ഈ കവിളൊക്കെ ചാടി ഇങ്ങനെ പോയല്ല, അങ്ങനെ പറയും. അതാണ് നമ്മൾ എപ്പോഴും അപ്വേർഡ് വേണം, ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അരിപ്പൊടി നല്ലപോലെ ഇതാണ്, നല്ല സ്ക്രബിൻ്റെ ഫീൽ ഉണ്ട് കേട്ടോ. അത് നല്ലതാണ്. നമ്മുടെ ഈ ഡെഡ് സ്കിന്നൊക്കെ ആണെങ്കിലും ഈസിലി റിമൂവ് ആയിക്കോളും.
എനിക്ക് എല്ലാം വീഡിയോസ് ഒറ്റയടിക്ക് ഇടുകയും പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. ഇത് തന്നെ 6 മിനിറ്റ് ആയി തോന്നുന്നു കേട്ടോ. ഈ വീഡിയോസ് തന്നെ 6 മിനിറ്റോളമായി. ബട്ട് ഓക്കെ, ഐ വിൽ ഡു മൈ ബെസ്റ്റ്. കണ്ടോ ഇങ്ങനെ ഫേസിൽ കണ്ടോ ഇങ്ങനെ ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഇച്ചിരി നേരം ഇങ്ങനെ വെച്ചേക്കും അതൊന്ന് ഇതാകാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം നമ്മൾ സ്ക്രബ് ചെയ്ത് ഉടനെ ചെന്ന് വാഷ് ചെയ്യണമെന്നില്ല. ഇച്ചിരി നിൽക്കുവാണെങ്കിൽ നല്ല ഫേസിന് ഒരു ഇത് നല്ലതായിരിക്കും. അങ്ങനെ ഒരു 2-3 മിനിറ്റ് ജസ്റ്റ് ഇങ്ങനെ ഇരിക്കട്ടെ എന്ന് വെച്ചു. അതിന് ശേഷം ഞാൻ വാഷ് ചെയ്ത് കളയുള്ളൂ. ഇത് വെച്ച് നമുക്ക് വേണമെങ്കിൽ ലിപ്പിലും ചെയ്യാം കേട്ടോ. നമ്മുടെ ഈ ലിപ്പിൽ വേണമെങ്കിൽ ഈ തൊലി ഇങ്ങനെ പോകുന്ന ഇതില്ലേ, അതിന് വേണ്ടിയിട്ടും ചെയ്യാം. നമുക്ക് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ ഡെഡ് സ്കിന്നായിട്ട് അവിടെ ഉള്ളതും പോരുവേ. ഞാൻ വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ. അങ്ങനെ ഫേസ് വാഷ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ചെറിയ സെപ്പറേറ്റ് ഞാനൊരു ഒരു ടവൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഫേസ് വൈപ്പ് ചെയ്യാൻ മാത്രമായിട്ട്, ഫേസ് തുടയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട്. ഇത് വെച്ച് നമ്മൾ ഇങ്ങനെ ഒന്നും ചെയ്യരുത്. നോർമൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. ജസ്റ്റ് ഇങ്ങനെ ടാപ്പ് ചെയ്ത് ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് കൊടുക്കാവുള്ളൂ. സ്ക്രബ് ചെയ്യണം അങ്ങനെ ചിലവരുണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് അങ്ങ് ചെയ്യും. അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ ഇച്ചിരി ബ്രൈറ്റനിങ് ആയിട്ടില്ല ഫേസ് സ്ക്രബ് ചെയ്തതിന് ശേഷം. അപ്പം ഇങ്ങനെ വീക്ക്ലി വൺസ് ചെയ്യാവുന്നുള്ളൂ. നല്ല യൂസ്ഫുള്ളാണ്. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാവുന്നുള്ളൂ. അധികം സമയമൊന്നും എടുക്കത്തില്ല. എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാം. ഇതൊന്ന് മെയിൻ എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ എൻ്റെ ഡാർക്ക് സ്പോട്സിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ ബൈ ബൈ.